നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇംഗ്ലണ്ടിലെ മാതൃത്വ നവജാത ശിശു സേവനങ്ങൾ NHS ഗുരുതര വീഴ്ചകൾ ഉണ്ടായതായുള്ള സർക്കാർ നിയോഗിച്ച സ്വതന്ത്ര അവലോകന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത്. വീഴ്ചകൾക്കു കാരണം വംശീയത, സ്റ്റാഫുകളുടെ ക്ഷാമം, ഉത്തരവാദിത്തക്കുറവ് എന്നിവ ഉൾപ്പെടെ 6 പ്രധാന കാരണങ്ങൾ. കമ്മിറ്റി 8000-ലധികം പേരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുകയും 400-ലധികം കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അന്തിമ ശുപാർശകൾ ഏപ്രിലിൽ സമർപ്പിക്കും. ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് രോഗികൾ നേരിടുന്ന കനത്ത കാത്തിരിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ക്യാൻസർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട് 62 ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കണമെന്ന നിബന്ധന പാലിക്കുന്നതിൽ ഭൂരിഭാഗവും NHS ട്രസ്റ്റുകളും പരാജയപ്പെട്ടു. 2014 ശേഷം NHSന് ദേശീയ തലത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല. 2025 പഠന വിധേയമാക്കിയ 119 ആക്ടീവ് ട്രസ്റ്റുകൾ ലക്ഷ്യം മറികടന്നത് 3 മാത്രം. ബക്കിംഗ്ഹാം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രിൻസ് ആൻഡ്രൂവിനെതിരെ വീണ്ടും പുതിയ വിവാദം. ആൻഡ്രൂവിനെതിരെ പ്രൊഫഷണൽ വെളിപ്പെടുത്തൽ നടത്തിയത് മസാജ് തെറാപ്പിസ്റ്റായ മോണിക് ജിയാനെല്ലോണി. കൊട്ടാരത്തിലെ കിടപ്പുമുറിയിൽ താൻ ആൻഡ്രൂ മൗണ്ട്ബാറ്റന് നഗ്ന മസാജ് നൽകിയതായും ജിയാനെല്ലോണിയുടെ വിവാദ വെളിപ്പെടുത്തൽ. കൊട്ടാരത്തിലേക്ക് ആൻഡ്രൂ തന്നെ വിളിപ്പിച്ചതായും സംഭവ സമയത്ത് പ്രൊഫഷണൽ സേവനത്തിനായാണ് താൻ എത്തിയതെന്നും മോണിക്ക. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ചകൾ ഇന്ന് ജനീവയിൽ. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തിയ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച നടത്തുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ. അമേരിക്കയുമായി വീണ്ടും സൗഹൃദ ബന്ധം സ്ഥാപിക്കുമെന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. അമേരിക്ക ഉത്തര കൊറിയയുടെ ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആണവായുധ രാഷ്ട്ര പദവി അംഗീകരിക്കുകയും വൈരനയം ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങളും സൗഹൃദത്തോടെ സഹവസിക്കാനാകുമെന്നും കിം ജോങ് ഉൻ. വാഷിംഗ്ടൺ തങ്ങളുടെ നിലവിലെ പദവിയെ ബഹുമാനിക്കുകയാണ് എങ്കിൽ സഹകരണം സാധ്യമാകുമെന്നും ഉത്തര കൊറിയൻ നേതാവ്. ദക്ഷിണ കൊറിയയോടുള്ള വൈരാഗ്യം തുടരുമെന്ന നിലപാട് ശക്തമാക്കി കിം ജോങ് ഉൻ. 2028 സമ്മർ ഒളിമ്പിക്സിന് ലോസ് ആഞ്ചൽസ് വേദിയാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് 1932-ലും 1984-നും ശേഷം ഇത് 3ാം തവണ. വാഷിംഗ്ടൺ DC ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഒളിമ്പിക്സിനിടെ ലോസ് ആഞ്ചൽസും സുരക്ഷിതമായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകാലമാണ് അമേരിക്കയുടെ സുവർണകാലമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്രയേൽ മുൻകൈയെടുക്കുന്ന സുരക്ഷാ സഖ്യത്തിൽ ഇന്ത്യ ചേർന്നേക്കും. ചില അറബ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാവും സുരക്ഷാ സഖ്യമെന്ന് ഇസ്രയേൽ. ഇസ്ലാമിക മതമൗലികവാദം ചെറുക്കുകയാണ് സുരക്ഷാ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. അയൺ ഡോം അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകും. സൈനിക രംഗത്തെ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കാനുള്ള ധാരണയിലും ഇന്ത്യയും ഇസ്രയേലും ഒപ്പുവെക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി ഉണ്ടായ ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് വധിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമാണെന്നും CPM പാർട്ടി സെക്രട്ടറി. അതിക്രമം കൊലപാതക ശ്രമമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നത് വെറും അഭിനയം മാത്രമാണെന്ന് VD സതീശൻ. വാർത്തകൾ വിശദമായി. NHS ഇംഗ്ലണ്ടിലെ മാതൃത്വ നവജാത ശിശു സേവനങ്ങളിൽ ഗുരുതര വീഴ്ചകളുണ്ടായതായുള്ള സർക്കാർ നിയോഗിച്ച സ്വതന്ത്ര അവലോകന കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് പുറത്ത്. വംശീയത, സ്റ്റാഫ് ക്ഷാമം, ഉത്തരവാദിത്തക്കുറവ് എന്നിവ ഉൾപ്പെടെ 6 പ്രധാന ഘടകങ്ങൾ ഈ സാഹചര്യത്തിന് വഴിവെച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഇതുവരെ 8000-ലധികം പേരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുകയും 400-ലധികം കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായി വ്യക്തമാക്കി. അന്തിമ ശുപാർശകൾ ഏപ്രിലിൽ സമർപ്പിക്കുമെന്നാണ് അറിയിപ്പ്. മതിയായ ജീവനക്കാരുടെ അഭാവം കാരണം ആന്റിനേൽ വാർഡുകളും പ്രസവ യൂണിറ്റുകളും അമിതഭാരത്തിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാത്തിരിപ്പ് സമയം കൂടുതൽ, സുരക്ഷാ മാനദണ്ഡങ്ങളിലെ കുറവ്, കമ്മ്യൂണിറ്റി മിഡ്വൈഫുമാരുടെ പ്രസവ യൂണിറ്റുകൾ വിന്യസിക്കൽ തുടങ്ങിയ നടപടികൾ രോഗിയുടെ സുരക്ഷയെ ബാധിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. പ്രസവ വിദഗ്ധരും മിഡ്വൈഫുമാരും തമ്മിലുള്ള മോശം ബന്ധം, മുതിർന്ന ഡോക്ടർമാരുടെ വംശീയവും പീഡനപരവുമായ പെരുമാറ്റം എന്നിവ മാനേജ്മെന്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഘടനാപരമായ വംശീയത മൂലം കറുത്ത വംശജരും ഏഷ്യൻ പശ്ചാത്തലമുള്ളവരും സ്ത്രീകൾക്കു പിന്നോക്ക പ്രദേശങ്ങളിലുള്ളവർക്കും കൂടുതൽ അപകട സാധ്യതയുണ്ട് എന്നും രേഖപ്പെടുത്തുന്നു. കുഞ്ഞു മരിക്കുകയോ ഗുരുതരമായ അപകടം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അനുഭാവപൂർണമായ പെരുമാറ്റമോ കരുണയോ കുറവാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. NHS ട്രസ്റ്റുകളുടെ മാതൃത്വ സേവന വീഴ്ചകൾ വർഷങ്ങളായി പുറത്തുകൊണ്ടുവരുന്ന BBC 2021 വെർത്തിങ് ആശുപത്രി 14 ദിവസം പ്രായമായ ഓർലാൻഡോ ഡേവിസ് മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് രോഗികൾ നേരിടുന്ന കനത്ത കാത്തിരിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ക്യാൻസർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട് 62 ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കണമെന്ന നിബന്ധന പാലിക്കുന്നതിൽ ഭൂരിഭാഗം NHS ട്രസ്റ്റുകളും പരാജയപ്പെട്ടതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദേശീയ തലത്തിൽ കുറഞ്ഞത് 85% രോഗികളെങ്കിലും 62 ദിവസത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കണമെന്നാണ് NHSന്റെ ദീർഘകാലമായുള്ള ലക്ഷ്യം. എന്നാൽ 2014 ശേഷം ദേശീയ തലത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. 2025 പഠന വിധേയമാക്കിയ 119 അക്യൂട്ട് ട്രസ്റ്റുകളും വെറും 3 മാത്രമാണ് ഈ ലക്ഷ്യം മറികടന്നത്. കാൽഡർ-ഡേറ്റ്സ് ആൻഡ് ഹബേഴ്സ്ഫീൽഡ്, ഹോമർട്ടൺ ഹെൽത്ത് കെയർ, മെയ്ഡ്സ്റ്റോൺ ആൻഡ് ഡൺബ്രിഡ്ജ് വെയിൽസ് എന്നിവയാണ് 85% ലക്ഷ്യം കൈവരിച്ച 3 ട്രസ്റ്റുകൾ. ചില ട്രസ്റ്റുകൾ പകുതിയോളം രോഗികൾക്ക് പോലും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല. മിഡ് ആൻഡ് സൗത്ത് എക്സ്, ഷെഫീൽഡ് ടീച്ചിംഗ് ഹോസ്പിറ്റൽസ്, കാൾ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഏറ്റവും പിന്നിലുള്ള ട്രസ്റ്റുകൾ. ചില ട്രസ്റ്റുകളിൽ 7-ൽ ഒരാൾ എന്ന കണക്ക് രോഗികൾക്ക് ചികിത്സ ലഭിക്കാൻ 104 ദിവസത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. മിഡ് ആൻഡ് സൗത്ത് എക്സൺ ട്രസ്റ്റിൽ ഇത്തരത്തിൽ കാത്തിരിക്കുന്നവരുടെ എണ്ണം 17%. 2026 മാർച്ചോടെ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുന്നവരുടെ എണ്ണം 75%-ലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഇംഗ്ലണ്ടിലുടനീളം 69.1% രോഗികൾക്ക് മാത്രമാണ് 62 ദിവസത്തിനുള്ളിൽ ചികിത്സ ലഭ്യമാകുന്നത്. റെക്കോർഡ് എണ്ണം രോഗികളിൽ ചികിത്സിക്കുന്നുണ്ട് എങ്കിലും വലിയ തോതിലുള്ള ഈ കാലതാമസം അംഗീകരിക്കാനാകില്ല എന്നാണ് NHS വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രിൻസ് ആൻഡ്രൂവിനെതിരെ വീണ്ടും പുതിയ വിവാദം. പ്രൊഫഷണൽ മസാജ് തെറാപ്പിസ്റ്റായ മോണിക് ജിയാനിലോയാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. കൊട്ടാരത്തിലെ കിടപ്പുമുറിയിൽ ആൻഡ്രൂവിന് നഗ്ന മസാജ് നൽകിയതായി വെളിപ്പെടുത്തൽ. കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചതായി മോണിക് വ്യക്തമാക്കി. സംഭവം നടന്ന സമയത്ത് താൻ പ്രൊഫഷണൽ സേവനത്തിനായി എത്തിയതാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക സുരക്ഷാ പരിശോധനകളൊന്നും നേരിടേണ്ടി വന്നില്ല എന്നും മോണിക് വെളിപ്പെടുത്തി. ആൻഡ്രൂവിന്റെ മുറിയിലെത്തിയപ്പോൾ ബാത്ത് ടവൽ ധരിച്ചായിരുന്നു അദ്ദേഹം എത്തിയതെന്നും അവൾ പറഞ്ഞു. തുടർന്ന് തന്റെ മുന്നിൽ ടവൽ മാറ്റിയതായും അവൾ ആരോപിച്ചു. ആദ്യം ഇത് തനിക്ക് അപ്രതീക്ഷിതവും നാണക്കേടായി തോന്നിയെങ്കിലും പിന്നീട് സ്ഥിതി സാധാരണയായി കൈകാര്യം ചെയ്തു എന്നാണ് അവർ വെളിപ്പെടുത്തിയത്. നഗ്നനായിരുന്നു എന്നത് ഒഴിച്ചാൽ പെരുമാറ്റത്തിൽ ആൻഡ്രൂ മാന്യനായിരുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. മസാജ് സേവനത്തിന് 75 പൗണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയതെന്ന വെളിപ്പെടുത്തൽ വൻ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം സൂചിപ്പിക്കുന്നത്. അന്നത്തെ പേഴ്സണൽ അസിസ്റ്റന്റായ ഷാർലറ്റ് മാൻലി ഒപ്പിട്ട ചെക്കാണ് ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. രാജകുടുംബത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നാണ് പണം നൽകിയതെന്ന ആരോപണം പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. ലണ്ടനിൽ നടന്ന വ്യോമയാന മേഖലയിലെ വൻ തട്ടിപ്പിൽ ബ്രിട്ടീഷ് കോടതി കർശന ശിക്ഷ വിധിച്ചു. ബ്രിട്ടനിലെ AOG ടെക്നിക്സ് കമ്പനിയുടെ ഡയറക്ടറായ ഹോസെ അലക്സാൻഡ്രോ സമോറോ ഇലാർക്കാണ് 4 വർഷവും 8 മാസവും തടവ് ശിക്ഷ ലഭിച്ചത്. 2019 മുതൽ 2023 വരെ വ്യാജ വിമാന ഭാഗങ്ങൾ വിൽപ്പന നടത്തി കോടികൾ സമ്പാദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് നടപടിക്ക് കാരണമായത്. വീടിനോട് ചേർന്ന ഗ്യാരേജിൽ ഇരുന്ന് ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളെ ഇയാൾ കബളിപ്പിക്കുകയായിരുന്നു. വിമാന എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന നിർണായക ഭാഗങ്ങളായ ബ്ലേഡുകൾ, ബോൾട്ടുകൾ, വാഷറുകൾ എന്നിവ ശേഖരിച്ച് കൃത്രിമ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി യഥാർത്ഥ ഭാഗങ്ങളെന്ന് പറഞ്ഞ് വിൽക്കുകയായിരുന്നു തട്ടിപ്പിന്റെ രീതി. ലോകത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന CFM56 എഞ്ചിനുകൾ 60,000-ലധികം വ്യാജ ഭാഗങ്ങൾ ഘടിപ്പിച്ചതായി കണ്ടെത്തി. ബോയിങ് 737, എയർബസ് A320 എന്നീ ജനപ്രിയ യാത്രാ വിമാനങ്ങളാണ് ഈ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ യാത്രക്കാരുടെ സുരക്ഷ തന്നെ ഗുരുതരമായി അപകടത്തിലാണ് എന്നാണ് വിലയിരുത്തൽ. പോർച്ചുഗലിലെ പ്രമുഖ വിമാന കമ്പനിയായ TAP എയർ പോർച്ചുഗൽ ഒരു എഞ്ചിൻ ബോൾട്ട് ശരിയായി ഘടിപ്പിക്കാനാകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. തുടർന്ന് ബ്രിട്ടനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി, അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി, യൂറോപ്പിലെ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ് എമർജൻസി എന്നിവ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 100 കണക്കിന് വിമാനങ്ങൾ പരിശോധനയ്ക്കായി സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു. പ്രതിയെ 8 വർഷത്തേക്ക് കമ്പനി ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുകയും സമ്പാദിച്ച പണം കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോണ്ട് സിമന്റ് ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തിയതായി NHS ഇംഗ്ലണ്ട് വ്യക്തമാക്കി. അസ്ഥി ശസ്ത്രക്രിയകളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക മെഡിക്കൽ പദാർത്ഥമാണ് ബോണ്ട് സിമന്റ്. പ്രധാനമായും മുട്ട്, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കൃത്രിമ സംയോജക ഭാഗങ്ങളെ അസ്ഥിയോട് ഉറപ്പിച്ച് ഘടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് സാധാരണയായി പോളിമെഥൈൽ മെഥാൽക്രിയേറ്റ് എന്ന രാസസംയുക്തത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ശസ്ത്രക്രിയ സമയത്ത് ദ്രാവകവും പൊടിയും ചേർന്ന് തയ്യാറാക്കുന്ന ഇത് വേഗത്തിൽ കട്ടപിടിച്ച് കൃത്രിമ സംയോജകത്തെ ഉറച്ച നിലയിൽ സ്ഥാപിക്കാൻ സഹായിക്കുന്നു. പ്രധാന വിതരണക്കാരന് ഉൽപാദനം തടസ്സം നേരിട്ടതിനെ തുടർന്ന് മുട്ട്, ഇടുപ്പ് മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ കഴിഞ്ഞയാഴ്ച ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് മുൻഗണന നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ വിതരണക്കാരനെ കണ്ടെത്തുകയും
മറ്റൊരു കമ്പനി വിതരണം വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചതോടെ പ്രതിസന്ധി നിയന്ത്രണത്തിലായതായാണ് അധികൃതർ വ്യക്തമാക്കിയത്. ബോണ്ട് സിമന്റിലെ 75% വിതരണം ചെയ്തിരുന്നത് ജർമ്മനിയിലെ ഹേയേഴ്സ് മെഡിക്കൽ കമ്പനിയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന യന്ത്രത്തകരാറാണ് ക്ഷാമത്തിന് കാരണമായത്. ഉൽപാദന നവീകരണത്തിനിടെ സംഭവിച്ച തകരാറിനെ തുടർന്ന് 2 മാസം വരെ വിതരണം തടസ്സപ്പെടാമെന്ന് കമ്പനി അറിയിച്ചു. പ്രതിവാരം 1000-ലധികം ശസ്ത്രക്രിയകളിൽ ഉപയോഗിക്കുന്ന ബോണ്ട് സിമന്റ് വീണ് പരിക്കേറ്റ വയോധികരുടെ ഇടുപ്പ്, പൊട്ടലേറ്റ രോഗികളുടെ ചികിത്സയിലും നിർണായക ഘടകമാണ് എന്നും ആരോഗ്യ വകുപ്പ് ചൂണ്ടിക്കാട്ടി. ഇംഗ്ലണ്ടിൽ സംയോജിത ശസ്ത്രക്രിയകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 8.5 ലക്ഷത്തോളമാണ് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോൾ നെതർലൻഡ്സിലെ സിമ്മർ ബയോമെറ്റ് കമ്പനിയിൽ നിന്നും ബോണ്ട് സിമന്റ് ലഭ്യമാകുന്നതായും NHS അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കയറ്റി അയച്ചത് ഇതിനകം തന്നെ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയും വിതരണം വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. പുതിയ ബോണ്ട് സിമന്റ് സമാന രാസഘടനയും ഗുണമേന്മയും ഉള്ളതിനാൽ രോഗികൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ബ്രിട്ടീഷ് ഓർത്തോപീഡിക് അസോസിയേഷൻ അറിയിച്ചു. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ വേഗത്തിൽ പുനഃക്രമീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കും. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരച്ചിയും തമ്മിലുള്ള ചർച്ച നടത്തുന്നത് ഒമാന്റെ മധ്യസ്ഥതയിലാണ്. എന്നാൽ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗേർ വ്യക്തമാക്കി. നേരത്തെ നടന്ന 2 ഘട്ട ചർച്ചകളിലും ആണവ കരാറിനെ പറ്റി ധാരണയായിരുന്നില്ല. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം അമേരിക്ക ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് അമേരിക്കയുടെ കൂടുതൽ പോർ വിമാനങ്ങളും എത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി വീണ്ടും സൗഹൃദ ബന്ധം സ്ഥാപിക്കാമെന്ന സൂചന നൽകി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. എന്നാൽ ഉത്തര കൊറിയയുടെ ആണവശക്തി പദവി അംഗീകരിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഈ നിർദ്ദേശം. അതേസമയം ദക്ഷിണ കൊറിയയോടുള്ള വൈരാഗ്യം തുടരുമെന്ന നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. പാർട്ടി കോൺഗ്രസ് സമാപന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്ക ഉത്തര കൊറിയയുടെ ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആണവായുധ രാഷ്ട്രപദവി അംഗീകരിക്കുകയും വൈരനയം ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തോടെ പോകാമെന്നും കിം ജോങ് വ്യക്തമാക്കി. വാഷിംഗ്ടൺ തങ്ങളുടെ നിലവിലെ പദവിയെ ബഹുമാനിക്കുകയാണ് എങ്കിൽ സഹകരണം സാധ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിലിൽ ചൈന സന്ദർശിക്കാനിരിക്കെ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന അനുമാനങ്ങൾക്കിടെയാണ് ഈ പ്രസ്താവന എത്തിയത്. മുമ്പ് ഉത്തര കൊറിയയുമായി ചർച്ചയ്ക്ക് താൻ 100% തയ്യാറാണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഉത്തര കൊറിയയെ ഒരു തരത്തിലുള്ള ആണവശക്തി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമായി. 2019 വിയറ്റ്നാമിലെ ഹാനോയിൽ നടന്ന ട്രംപ് കിം കൂടിക്കാഴ്ച ധാരണയില്ലാതെ അവസാനിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം മുടങ്ങിയിരുന്നു. ആണവ നിരായുധീകരണത്തിന് പകരമായി ഉപരോധ ഇളവുകൾ നൽകുന്നതിൽ യോജിപ്പ് ഉണ്ടാകാത്തതാണ് ചർച്ചകൾ നിലച്ചതിന് കാരണം. അമേരിക്കയോടുള്ള സമീപനത്തിൽ ഇളവുകൾ സൂചിപ്പിച്ചു എങ്കിലും ദക്ഷിണ കൊറിയയ്ക്കെതിരെ കിം കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചത്. സിയോളിനെ ഇനി സഹോദര രാജ്യം എന്ന നിലയിൽ പരിഗണിക്കില്ല എന്നും അത് ഉത്തര കൊറിയയുടെ ഏറ്റവും വൈരിയായ ശത്രു ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയുമായി ഇടപെടാനുള്ള യാതൊരു ആവശ്യവും ഇല്ല എന്നും കിം കൂട്ടിച്ചേർത്തു. 2024 ഭരണഘടന ഭേദഗതി ചെയ്ത് ദക്ഷിണ കൊറിയയെ ഔദ്യോഗികമായി വൈരരാജ്യം എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നിലപാട്. ദീർഘകാലമായി നിലനിന്നിരുന്ന ഐക്യത്തിന്റെ ആശയം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വലിയ മാറ്റം കൂടിയായിരുന്നു ഇത്. ഇതോടെ അമേരിക്കയുമായി വീണ്ടും സംഭാഷണത്തിന് വാതിൽ തുറന്നുവെങ്കിലും കൊറിയൻ ഉപദ്വീപിലെ സംഘർഷാവസ്ഥ തുടരാനാണ് സാധ്യതയെന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2028 സമ്മർ ഒളിമ്പിക്സിന് ലോസ് ആഞ്ചൽസ് വേദിയാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ അവാർഡിന്റെ അടിസ്ഥാനത്തിൽ 1932-ലും 1984-ലും ശേഷം 3ാം തവണയാണ് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ 2ാം കാലാവധിയിൽ ആദ്യ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗം ചൊവ്വാഴ്ച കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ നടത്തി. സാമ്പത്തികം, കുടിയേറ്റം, ദേശീയ സുരക്ഷ എന്നീ വിഷയങ്ങളിലുണ്ടായ നേട്ടങ്ങൾ വിശദീകരിച്ച ട്രംപ് മിഡ് ടേം തിരഞ്ഞെടുപ്പുകൾ മുന്നോടിയായി ശക്തമായ അജണ്ടയും അവതരിപ്പിച്ചു. രാഷ്ട്രീയ ധ്രുവീകരണം രൂക്ഷമായ സാഹചര്യത്തിലും ചില ഡെമോക്രാറ്റുകളുടെ പ്രതിഷേധത്തിനുമിടയിലാണ് പ്രസംഗം നടന്നത്. പ്രസംഗത്തിനിടെ 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ആഞ്ചൽസ് ആണെന്നും ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിനിടെ ലോസ് ആഞ്ചൽസ് സുരക്ഷിതമായിരിക്കും, ഇപ്പോൾ വാഷിംഗ്ടൺ DC സുരക്ഷിതമായിരിക്കുന്നത് പോലെയെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ അവാർഡിന്റെ അടിസ്ഥാനത്തിൽ 1932-ലും 1984-ലും ശേഷം 3ാം തവണയാണ് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്ന അവകാശവാദവും ട്രംപ് ആവർത്തിച്ചു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്തേക്കാൾ കൂടുതൽ നിക്ഷേപങ്ങൾ തന്റെ നേതൃത്വത്തിൽ രാജ്യത്തിലെത്തിയെന്നും പലിശ നിരക്കുകളും പ്രത്യേകിച്ച് ഭവന വായ്പ പലിശ
വളർച്ചയും കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷ ശക്തമാക്കിയതിന്റെ ഫലമായി മാരക മയക്കുമരുന്നായ ഫെന്റനൈലിന്റെ കടത്ത് 56% കുറഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്ക വീണ്ടും ലോകത്തിന്റെ ബഹുമാനം നേടുകയാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം US പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ കൊനോളു ബിലിബുക്കിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ദി ഫ്രീഡം നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. രാജ്യം ഗുരുതര പ്രതിസന്ധിയിലായിരിക്കെയാണ് ഞാൻ അധികാരമേറ്റത്. ഒരു വർഷത്തിനുള്ളിൽ ചരിത്രപരമായ മാറ്റമാണ് നടപ്പാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ഭരണകാലത്ത് അമേരിക്കയുടെ സുവർണകാലം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ അനധികൃത പെട്രോളിയം വിൽപ്പനയ്ക്കും ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിയെന്നാരോപിച്ച് 30-ലധികം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് നടപടി വ്യക്തമാക്കിയത്. US ട്രഷറി വകുപ്പിന് കീഴിലുള്ള വിദേശ വസ്തു നിയന്ത്രണ ഓഫീസാണ് നടപടി കൈക്കൊണ്ടത്. ഇറാന്റെ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ കപ്പൽ ശൃംഖലയിലെ കപ്പലുകളെയും അവയുടെ ഉടമകളെയും ഓപ്പറേറ്റർമാരെയും ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്നും അധികൃതർ അറിയിച്ചു. ഇറാന്റെ അനധികൃത എണ്ണ വിൽപ്പന, ബാലിസ്റ്റിക് മിസൈൽ വികസനം പുരോഗമന, പരമ്പരാഗത ആയുധ നിർമ്മാണം എന്നിവയ്ക്ക് പിന്തുണ നൽകിയവർക്കെതിരെയാണ് നടപടി. കൂടാതെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും പ്രതിരോധ സായുധ സേന ലോജിസ്റ്റിക് മന്ത്രാലയത്തിനും ആവശ്യമായ അസംസ്കൃത രാസവസ്തുക്കളും സൂക്ഷ്മമായ യന്ത്രോപകരണങ്ങളും സമാഹരിക്കാൻ സഹായിച്ച ശൃംഖലകളെയും ലക്ഷ്യമിട്ടതായാണ് ട്രഷറി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ നയം തുടരുമെന്നും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസൺ വ്യക്തമാക്കി. ഇറാൻ അനധികൃതമായി എണ്ണ വിറ്റ് ലഭിക്കുന്ന പണം സാമ്പത്തിക വ്യവസ്ഥകളിലൂടെ വെളുപ്പിക്കുകയും ആണവ പരമ്പരാഗത ആയുധ പദ്ധതികൾക്കും ഭീകര സംഘടനകൾക്കും പിന്തുണ നൽകുകയും ചെയ്യുകയാണ്. അതിനെതിരായ നടപടികൾ ശക്തമാക്കുമെന്നും ബെസന്റ് വ്യക്തമാക്കി. ഉപരോധ പട്ടികയിൽ ഇറാൻ, തുർക്കി, UAE എന്നിവിടങ്ങളിലുള്ള 9 വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ, പുരോഗമന ആയുധ പദ്ധതികൾ, ഡ്രോൺ വ്യാപനം എന്നിവർക്കായി ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇവർ പങ്കെടുത്തതായും ആരോപണമുണ്ട്. കൂടാതെ ഇറാനിയൻ പെട്രോളിയവും പെട്രോൾ കെമിക്കൽ ഉൽപ്പന്നങ്ങളും $100 മില്യൺ മൂല്യമുള്ള ചരക്കായി കടത്തിയതായും പറയപ്പെടുന്നു. 12 കപ്പലുകളെയും അവയുടെ ഉടമകളെയും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇതിനിടെ ഇറാനിൽ പ്രതിഷേധങ്ങൾക്കെതിരായ കടുത്ത നടപടികൾ തുടരുന്നതിനിടെ പുതിയ സൈനിക ആക്രമണ സാധ്യതകളെയും അമേരിക്ക പരിഗണിക്കുന്നതായി കഴിഞ്ഞയാഴ്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാൻ നേതാക്കൾ ആക്രമണാത്മകമായ പ്രതികരണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയതും ശ്രദ്ധേയമാണ്. ഇതോടെ ഇറാനെതിരെയായ അമേരിക്കയുടെ സമ്മർദ്ദ നയം വീണ്ടും ശക്തിപ്പെടുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.17 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.86 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.38 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.47 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇസ്രയേൽ മുൻകൈയെടുക്കുന്ന സുരക്ഷാ സഖ്യത്തിൽ ഇന്ത്യ ചേർന്നേക്കുമെന്ന റിപ്പോർട്ട്. ചില അറബ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാവും സുരക്ഷാ സഖ്യമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്ലാമിക മതമൗലികവാദം ചെറുക്കുകയാണ് സുരക്ഷാ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സൈനിക രംഗത്തെ സാങ്കേതിക വിദ്യ പങ്കുവെക്കാനുള്ള ധാരണയിലും രണ്ടു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. അയൺഡോം അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രയേലിന് നൽകിയേക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം തുടരുകയാണ്. ഇസ്രയേലിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി പ്രത്യേക ചർച്ച നടത്തും. ഇസ്രയേൽ പാർലമെന്ററായ നെസ്രയിലെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അഭിസംബോധന ചെയ്യും. വ്യാഴാഴ്ച രണ്ടു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി ചർച്ച നടക്കും. സൈനിക, വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്യും. പ്രത്യേക പലസ്തീൻ രാഷ്ട്രം എന്ന നിലപാട് ചർച്ചകൾ ആവർത്തിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇറാനിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനെതിരെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയുടെ നയം പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ് മോദി ഇസ്രയേലിലേക്ക് പോകുന്നത് എന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പലസ്തീൻ പൗരന്മാർക്കെതിരായ ആക്രമണം തുടരുമ്പോഴാണ് നരേന്ദ്രമോദി സന്ദർശനത്തിലൂടെ ഇതിന് അംഗീകാരം നൽകുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഹിന്ദു പെൺകുട്ടി മുസ്ലിം പുരുഷനെ വിവാഹം കഴിച്ചാൽ ദേശീയ ഘടന തകരുമോ എന്ന് സുപ്രീം കോടതി. യാദവ് ജി കി ലവ് സ്റ്റോറി എന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. യാദവ് സമുദായത്തെ അധിക്ഷേപിക്കുന്നതാണ് സിനിമയുടെ പേരെന്ന് കാട്ടി വിശ്വ യാദവ് പരിഷത്ത് നൽകിയ ഹർജിയിലാണ് തള്ളിയത്. സിനിമയുടെ പേര് യാദവ സമൂഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള മോശമാക്കുന്നതല്ല എന്നും ജസ്റ്റിസ് BB നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. സിനിമയിൽ ഹിന്ദു പെൺകുട്ടി മുസ്ലിം പുരുഷനെയാണ് വിവാഹം കഴിക്കുന്നതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതുകൊണ്ട് ദേശീയ ഘടന തകരുമോ എന്നും ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു.
ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2014 ആരംഭിച്ച മോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഡിജിറ്റൽ ഇടങ്ങളിൽ ഒന്നായി വളരുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 4.32 കോടിയിലധികം ഫോളോവേഴ്സ് മോദിക്കുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, ബ്രസീൽ പ്രസിഡന്റ് എന്നിവരാണ് അടുത്ത സ്ഥാനങ്ങളിൽ. ഇന്ത്യയിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളെക്കാൾ വലിയ മുന്നേറ്റമാണ് മോദിക്കുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. മോർണിംഗ് കൺസൾട്ടിംഗ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 67% റേറ്റിംഗുമായി ലോക നേതാക്കളിൽ മോദി ഒന്നാമതാണ്. സ്റ്റാറ്റിസ്റ്റിയുടെ കണക്കനുസരിച്ച് 70% റേറ്റിംഗുമായി അദ്ദേഹം തന്നെയാണ് മുന്നിലുള്ളത്. ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകൈച്ചി, അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലി എന്നിവരാണ് തൊട്ടു പിന്നാലെയുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി ഉണ്ടായ ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് വധിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമാണ്. കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മന്ത്രിക്ക് നേരെ ഒളിഞ്ഞിരുന്നുള്ള ആസൂത്രിത ആക്രമണമുണ്ടായത്. അതേസമയം അതിക്രമം കൊലപാതക ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. നേരത്തെ മന്ത്രിയുടെ വീടിനു നേരെ ആക്രമണം നടത്തുകയും യൂത്ത് കോൺഗ്രസ് ഔദ്യോഗികമായി അവിടെ റീത്ത് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മന്ത്രിയെ ആക്രമിച്ചിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതിക്രമം കൊലപാതക ശ്രമമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUയിൽ ചികിത്സയിൽ കഴിയുന്ന മന്ത്രിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയെ വധിക്കാനാണ് ശ്രമം നടന്നതെന്നും കോൺഗ്രസ് നേതാക്കളെ അടക്കം ഗൂഢാലോചന നടത്തിയതായാണ് അദ്ദേഹം ആരോപിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന ആരോപണം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്നത് വെറും അഭിനയം മാത്രമാണെന്നും VD സതീശൻ പറഞ്ഞു. KSU പ്രവർത്തകർ മന്ത്രിയുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്നും റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അക്രമം നടത്തിയതിന് യാതൊരു തെളിവുമില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പരിക്ക് 2 ദിവസം മുമ്പുള്ള വിവിധ പരിപാടികളുടെ ചിത്രങ്ങളിലും കാണാമെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിന് ദൃക്സാക്ഷിയില്ലാത്ത സ്പീക്കർ ഇത്തരം ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിയുടെ കഴുത്തും കൈയും KSU പ്രവർത്തകർ പിടിച്ചു തിരിച്ചു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി പ്രവർത്തകരെ അക്രമത്തിന് പ്രകോപിപ്പിക്കുകയാണ് എന്നും സതീശൻ പറഞ്ഞു. ഇതിനെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കരിങ്കൊടി കാണിച്ച് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്തത് തെറ്റായ നടപടിയാണെന്നും സർക്കാരിനെതിരായ ജനവികാരം വഴിതിരിച്ചു വിടാനാണ് ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. യുവതിയോടൊപ്പമുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനെ എതിർത്ത ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി ഹണി ട്രാപ്പ് സംഘത്തിലെ പ്രധാനി പറവൂർ സ്വദേശി ഷഫ്ന. കേൾക്കാനും സംസാരിക്കുവാനും കഴിയാത്തയാളാണ് ഷഫ്ന. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് വശീകരിച്ച് എറണാകുളം സൗത്ത് ഓവർബ്രിഡ്ജിന് സമീപത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. ഹോട്ടലിലേക്ക് വരാൻ ആദ്യം വിസമ്മതിച്ച യുവാവിനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മുറിയിൽ എത്തിയതോടെ സഫ്നയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യുവാവ് പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ കുളിമുറിയിൽ ഒളിച്ചിരുന്ന സംഘാംഗങ്ങൾ പുറത്തുവന്ന് ബലപ്രയോഗത്തിലൂടെ യുവാവിനെ വിവസ്ത്രനാക്കി സഫ്നയോടൊപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സഫ്നയുടെ കൂട്ടാളികളായ വൈറ്റില സ്വദേശി ജോൺ രാഹുൽ, ഇരുമ്പനം സ്വദേശി അമൽ, മരട് സ്വദേശി ആനന്ദ് എന്നിവരും കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായി. കൊല്ലം നെല്ലില സ്വദേശിയായ 30-കാരന്റെ പരാതിയിലാണ് കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. പ്രതികളുടെ സംഘത്തിൽ ഉൾപ്പെട്ട എറണാകുളം സ്വദേശി സഞ്ജു ഒളിവിലാണ്. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇനി സ്പോർട്സ്. UEFA ചാമ്പ്യൻസ് ലീഗ് മൊണോക്കയെ തോൽപ്പിച്ച് PSG പ്രീ ക്വാർട്ടർ ഫൈനലിൽ. പ്ലേ ഓഫ് 2ാം പാദ മത്സരത്തിൽ ഇരു ടീമുകളും 2 വീതം ഗോളുകൾ അടിച്ച് പിരിയുകയായിരുന്നു. ഇതോടെ 5-4 അഗ്രിഗേറ്റ് സ്കോറിൽ നിലവിൽ ചാമ്പ്യന്മാർ വിജയം പിടിച്ചെടുത്തു. 1ാം പാദ പ്ലേ ഓഫ് മത്സരത്തിൽ 3-2 PSG വിജയിച്ചു. പാരീസിൽ നടന്ന 2ാം പാദ മത്സരത്തിൽ മൊണോക്കോയാണ് ആദ്യം മുന്നിലെത്തിയത്. 45-ാം മിനിറ്റ് ആഗ്ലേഷ്യയാണ് മൊണോക്കയെ മുന്നിലെത്തിച്ചത്. 2ാം പകുതിയിൽ PSGക്ക് വേണ്ടി മാർക്കിനോസ്, കോററ്റ്സ്കെയ്ലി എന്നിവർ ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ ജോർദാൻ ടൈസ് മൊണോക്കോയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചുവെങ്കിലും വിജയത്തിലേക്ക് എത്താനായില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിലെ മാതൃത്വ നവജാത ശിശു സേവനങ്ങൾ NHS ഗുരുതര വീഴ്ചകൾ ഉണ്ടായതായുള്ള സർക്കാർ നിയോഗിച്ച സ്വതന്ത്ര അവലോകന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത്. വീഴ്ചകൾക്കു കാരണം വംശീയത, സ്റ്റാഫുകളുടെ ക്ഷാമം, ഉത്തരവാദിത്തക്കുറവ് എന്നിവ ഉൾപ്പെടെ 6 പ്രധാന കാരണങ്ങൾ. കമ്മിറ്റി 8000-ത്തിലധികം പേരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുകയും
400-ലധികം കുടുംബങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അന്തിമ ശുപാർശകൾ ഏപ്രിലിൽ സമർപ്പിക്കും. ഇംഗ്ലണ്ടിലെ ക്യാൻസർ ചികിത്സാ രംഗത്ത് രോഗികൾ നേരിടുന്ന കനത്ത കാത്തിരിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ക്യാൻസർ ചികിത്സയ്ക്കായി നിർദ്ദേശിക്കപ്പെട്ട് 62 ദിവസത്തിനുള്ളിൽ ചികിത്സ ആരംഭിക്കണമെന്ന നിബന്ധന പാലിക്കുന്നതിൽ ഭൂരിഭാഗവും NHS ട്രസ്റ്റുകളും പരാജയപ്പെട്ടു. 2014 ശേഷം NHSന് ദേശീയ തലത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല. 2025 പഠന വിധേയമാക്കിയ 119 ആക്ടീവ് ട്രസ്റ്റുകൾ ലക്ഷ്യം മറികടന്നത് 3 മാത്രം. ബക്കിംഗ്ഹാം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രിൻസ് ആൻഡ്രൂവിനെതിരെ വീണ്ടും പുതിയ വിവാദം. ആൻഡ്രൂവിനെതിരെ പ്രൊഫഷണൽ വെളിപ്പെടുത്തൽ നടത്തിയത് മസാജ് തെറാപ്പിസ്റ്റായ മോണിക് ജിയാനെല്ലോണി. കൊട്ടാരത്തിലെ കിടപ്പുമുറിയിൽ താൻ ആൻഡ്രൂ മൗണ്ട്ബാറ്റന് നഗ്ന മസാജ് നൽകിയതായും ജിയാനെല്ലോണിയുടെ വിവാദ വെളിപ്പെടുത്തൽ. കൊട്ടാരത്തിലേക്ക് ആൻഡ്രൂ തന്നെ വിളിപ്പിച്ചതായും സംഭവ സമയത്ത് പ്രൊഫഷണൽ സേവനത്തിനായാണ് താൻ എത്തിയതെന്നും മോണിക്ക. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 3ാം ഘട്ട ആണവ ചർച്ചകൾ ഇന്ന് ജനീവയിൽ. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തിയ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച നടത്തുന്നത് ഒമാന്റെ മധ്യസ്ഥതയിൽ. അമേരിക്കയുമായി വീണ്ടും സൗഹൃദ ബന്ധം സ്ഥാപിക്കുമെന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. അമേരിക്ക ഉത്തര കൊറിയയുടെ ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആണവായുധ രാഷ്ട്ര പദവി അംഗീകരിക്കുകയും വൈരനയം ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇരു രാജ്യങ്ങളും സൗഹൃദത്തോടെ സഹവസിക്കാനാകുമെന്നും കിം ജോങ് ഉൻ. വാഷിംഗ്ടൺ തങ്ങളുടെ നിലവിലെ പദവിയെ ബഹുമാനിക്കുകയാണ് എങ്കിൽ സഹകരണം സാധ്യമാകുമെന്നും ഉത്തര കൊറിയൻ നേതാവ്. ദക്ഷിണ കൊറിയയോടുള്ള വൈരാഗ്യം തുടരുമെന്ന നിലപാട് ശക്തമാക്കി കിം ജോങ് ഉൻ. 2028 സമ്മർ ഒളിമ്പിക്സിന് ലോസ് ആഞ്ചൽസ് വേദിയാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് 1932-ലും 1984-നും ശേഷം ഇത് 3ാം തവണ. വാഷിംഗ്ടൺ DC ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ഒളിമ്പിക്സിനിടെ ലോസ് ആഞ്ചൽസും സുരക്ഷിതമായിരിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ്. തന്റെ ഭരണകാലമാണ് അമേരിക്കയുടെ സുവർണകാലമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്രയേൽ മുൻകൈയെടുക്കുന്ന സുരക്ഷാ സഖ്യത്തിൽ ഇന്ത്യ ചേർന്നേക്കും. ചില അറബ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാവും സുരക്ഷാ സഖ്യമെന്ന് ഇസ്രയേൽ. ഇസ്ലാമിക മതമൗലികവാദം ചെറുക്കുകയാണ് സുരക്ഷാ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. അയൺ ഡോം അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകും. സൈനിക രംഗത്തെ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കാനുള്ള ധാരണയിലും ഇന്ത്യയും ഇസ്രയേലും ഒപ്പുവെക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി ഉണ്ടായ ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് വധിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമാണെന്നും CPM പാർട്ടി സെക്രട്ടറി. അതിക്രമം കൊലപാതക ശ്രമമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നത് വെറും അഭിനയം മാത്രമാണെന്ന് VD സതീശൻ. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.